ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഭീസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വീടൊക്കെ അലങ്കരിക്കാൻ പുറത്തുനിന്ന് ഡെക്കോർ ഐറ്റംസൊക്കെ വാങ്ങാറുണ്ടോ? എങ്കിൽ ഇനി നിങ്ങൾ കാശ് കളയണ്ട, ഇതൊക്കെ വാങ്ങി കാശ് കളയണ്ട. എൻ്റെ കയ്യിൽ കുറച്ച് ന്യൂസ് പേപ്പറുണ്ട്, പിന്നെ അക്രിലിക് പെയിൻ്റ് ഉണ്ട്, പിന്നെ ഒരു ഫെവിക്കോൾ ഉണ്ട്. ഇത് മൂന്നും വെച്ച് നമുക്കൊരു ഡെക്കോർ ഐറ്റം ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണം നോക്കാം. ഇവിടെ കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട്, ന്യൂസ് പേപ്പർ, പിന്നെ 4 കളറ്, പിന്നെ ഫെവിക്കോള്, ബ്രഷ്. ഇത് മാത്രം മതി. ഞാൻ ഇവിടെ കളർ എടുത്തിട്ടുള്ളത് മഞ്ഞ, നീല, വെള്ള, പച്ച എന്നീ കളറുകളാണ്. അടുത്തതായി നമുക്ക് ഒരു പേപ്പർ എടുത്ത് പകുതിയായി കീറാം. കീറിയതിന് ശേഷം ആ പേപ്പർ എടുത്ത് ഒരു വക്കിൽ നിന്ന് ഏതൊരു വക്കിലേക്ക് മടക്കുക. ചുരുട്ടിയെടുക്കണം. എല്ലാം ചുരുട്ടിയെടുത്ത ശേഷം നമുക്ക് അത് ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. അതിൻ്റെ അറ്റം ഗ്ലൂ വെച്ച് പശ വെച്ച് ഒട്ടിക്കാം. നമുക്ക് ഇതേപോലെ തന്നെ ഒരു 10-12 എണ്ണം ഉണ്ടാക്കി വെക്കാം. ഇവിടെ 12 എണ്ണമാണ് ഉണ്ടാക്കിയത്. 10-9 എണ്ണം ആവശ്യമുണ്ടാവും. ഉണ്ടാക്കി വെക്കാം. അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതിൽ പെയിൻ്റ് അടിക്കലാണ്. അപ്പോൾ ഞാനിവിടെ നീല പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. നീല പെയിൻറ്റ് നമുക്ക് ഇതിനെല്ലാം അടിക്കാം. ഞാനിവിടെ ഒരു 10 എണ്ണം പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണങ്ങാനായി വെക്കാം. നമ്മൾ കുറച്ച് പേപ്പർ കൂടി ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് പല ഡിസൈനിങ് വട്ടത്തിൽ അടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഫെവിക്കോളിൻ്റെ ബോട്ടിൽ വെച്ച് ഇങ്ങനെ വട്ടത്തിൽ ചുരുട്ടി കൊടുക്കുകയാണ്. അങ്ങനെ ഇതുപോലത്തെ ചെറിയ വട്ടങ്ങളായാണ് ഞാൻ മടക്കി എടുത്തത്. ഇതേപോലെ കുറച്ചെണ്ണം ഉണ്ടാക്കി വെക്കാം. ഇതേ ഡിസൈനിലാണ് ഇതിൻ്റെ മുകളിൽ നമ്മളുണ്ടാക്കിയ പേപ്പറിൻ്റെ മുകളിൽ വെക്കേണ്ടത്. ഇനി ഇതിന് മുകളിലൂടെ പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കാം. ഞാനിതിൽ പകുതി എണ്ണത്തിൽ പച്ചയും പകുതി എണ്ണത്തിൽ മഞ്ഞയുമാണ് കൊടുക്കുന്നത്. അതിൽ തന്നെ മഞ്ഞ കൊടുക്കാം. അടുത്തതായി പച്ച കൊടുക്കാം. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ ശേഷം വെയിലത്ത് ഉണങ്ങാൻ വെക്കാം. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഭാഗങ്ങൾ, വെള്ള നിറമുള്ള ഭാഗങ്ങൾ കത്രിക ഉപയോഗിച്ച് മുറിച്ച് കളയാം. കളൊക്കെ മുറിച്ച് ഈക്വലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി 4 എണ്ണം എടുത്ത് ഒരേ അകലത്തിൽ വെക്കാം. അതിനുശേഷം അതിന് മുകളിലൂടെ 5 എണ്ണമാണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇതിനായി നമ്മൾ ഓരോന്നെടുത്ത് അതിന് മുകളിൽ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ
ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുത്തത്. 4 എണ്ണവും 5 എണ്ണവും വെച്ചാണ് ഒട്ടിച്ചത്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കിയ ഈ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ മറ്റേ അതിന് മുകളിൽ വെച്ച് പിടിപ്പിക്കണം. അതിനായി ഈ കളർ കൊടുത്ത വട്ടങ്ങളൊക്കെ നമുക്ക് ഒരു ഡിസൈനിലായി ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്താണ് ഒട്ടിക്കുന്നത്. നമ്മൾ ഈ ഒരു ഡിസൈനിലാണ് ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ഇത് നീല നമ്മളുണ്ടാക്കിയ സാധനത്തിന് മുകളിൽ ഒട്ടിക്കണം. നമുക്കിനി നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അതിന് മുകളിൽ ഒട്ടിക്കണം. അതിനായി സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് ഇത് നന്നായി ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാം. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. നമ്മൾ ഇതേപോലെയാണ് ഒട്ടിച്ചത്. ഇനി നമുക്ക് ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന ആ കടലാസ് എടുത്ത് നമ്മൾ പൂവിൻ്റെ ആകൃതിയിലുള്ളൊരു ചെറിയ പൂവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു 14 എണ്ണമാണ് ഉണ്ടാക്കേണ്ടത്. ചെറുതായാണ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ 14 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ കൂട്ടിമുട്ടുന്ന ഭാഗങ്ങളിലാണ് ഒട്ടിക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ പൂക്കളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പണി കഴിഞ്ഞു. നല്ല ഭംഗിയില്ലേ കാണാൻ. ഫ്രണ്ട്സ്, നമ്മുടെ ഡെക്കോർ ഐറ്റം റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇത് വീട്ടിലെ ചുമരുമ്പിലൊക്കെ തൂക്കിയിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കുക. വെറും ന്യൂസ് പേപ്പറും അതേപോലെ ഫെവിക്കോളും അക്രിലിക് പെയിൻറ്റ് മാത്രമേ ഞാനിതിന് ഉപയോഗിച്ചുള്ളൂ. അതുപോലെ തന്നെ ചെറിയ കടലാസും ഗിഫ്റ്റൊക്കെ പൊതിയുന്ന കടലാസും. അപ്പോൾ ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ അബീസ് ടെക് എന്ന ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അഭിനന്ദ് സൈനിങ് ഔട്ട്.